ഞാനും നിങ്ങളും എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ് ആ ചോദ്യം. ഗീവർഗീസ് കഥ ദൈവത്തെ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹത്തിൻ്റെ പാരമ്യത്തിലാണ് ദൈവത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും ജീവൻ വെച്ചത്. ശിഷ്യന്മാർ എല്ലാവരും സ്നേഹിതരാണെന്ന് കർത്താവാണ് പറഞ്ഞത്. സ്നേഹിതൻ ഒരാൾക്ക് വേണ്ടി ജീവൻ നൽകുമെന്നും കർത്താവാണ് പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ച കർത്താവ് തൻ്റെ ശിഷ്യസമൂഹത്തിന് വേണ്ടി ജീവൻ നൽകി. അവനെ സ്നേഹിച്ചവരൊക്കെ ആ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ കർത്താവിന് വേണ്ടി ജീവൻ നൽകി. അങ്ങനെ കർത്താവിന് വേണ്ടി ജീവൻ നൽകിയ ഒരു പരിശുദ്ധൻ്റെ പെരുന്നാളിലാണ് നാം സംബന്ധിക്കുന്നത്. പരിശുദ്ധ ഗീവർഗീസ് കഥയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ എപ്പോഴും അശ്വാരൂഢനായി വ്യാളിയെ കൊല്ലുന്ന ഗീവർഗീസ് എന്ന ഒരു ഹീറോയുടെ പര്യവേഷമാണ് അദ്ദേഹത്തിന് നാം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ദൈവസ്നേഹത്തെ പ്രതി ദൈവത്തിന് വേണ്ടി വാളാൽ അറുക്കപ്പെട്ട് ശരീരം തുണ്ടം തുണ്ടമായി അറുക്കപ്പെട്ട ഒരു പരിശുദ്ധനെ പലപ്പോഴും നാം വിസ്മരിക്കുകയാണ്. നാം വിചാരിക്കും ദൈവസ്നേഹം അതൊരു തിയറിയാണ്, അതൊരു പഠിപ്പിക്കൽ മാത്രമാണെന്ന്. പക്ഷെ ദൈവസ്നേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരുടെ സഭയിലെ മക്കളാണ് നാം. ഗീവർഗീസ് കഥയ്ക്ക് ശേഷവും ഈ അടുത്ത കാലത്ത് പോലും ദൈവരാജ്യത്തിന് വേണ്ടി തലയറുക്കപ്പെട്ടവരുണ്ട്. 2015 ലിബിയയിൽ ഒരു 25ഓളം ഓർത്തഡോക്സ് ക്രൈസ്തവരെ തലയറുക്കുവാനായി മുട്ടുകുത്തി നിർത്തിയിട്ട് അവരോടൊരു ചോദ്യം ചോദിച്ചു. യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കാമെങ്കിൽ ഇപ്പോൾ നിങ്ങളെ സ്വതന്ത്രരായി വിടാമെന്ന്. ആ 25 പേരും ഒരുമിച്ച് പറഞ്ഞു, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ, യേശുവെ രക്ഷിതാവേ എന്ന്. നിങ്ങളൊക്കെ ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും. കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് 25 പേരുടെയും കഴുത്തറുത്തത്. നാം വിചാരിക്കും ഇത് ഒരു പൂർവചരിത്രം മാത്രമാണ് എന്ന്. ഇന്നും കർത്താവിനെ സ്നേഹിക്കുന്നവർ, ജീവൻ നൽകി സ്നേഹിക്കുന്നവർ ധാരാളമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ ഒരു ചോദ്യം ചോദിച്ചത്. നമ്മുടെ ദൈവസ്നേഹത്തിൻ്റെ ആഴവും പരപ്പും എത്രമാത്രമാണ്? നാം ജീവൻ നൽകി സ്നേഹിക്കുന്ന ഒരു പരിധിയിലേക്ക് വളർന്നിട്ടുണ്ടോ എന്ന് നാം ചോദിക്കേണ്ട ചോദ്യമാണ്. നാം പലപ്പോഴും ജീവൻ നൽകുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ജീവൻ നിലനിർത്തുവാനും അത് വിപുലപ്പെടുത്തുവാനുമുള്ള ഒരു ഉപാധിയായി മാത്രമാണ് ദൈവത്തെയും പരിശുദ്ധന്മാരെയും ഒക്കെ ഇപ്പോൾ കാണുന്നത്. ഭാരതീയ പാരമ്പര്യത്തിൽ ദൈവസ്നേഹത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രേമം എന്ന് പറയുന്നത്. ദൈവവും വിശ്വാസിയുമായിട്ടുള്ള ആ ആഴമായ ബന്ധത്തിൻ്റെ അവസ്ഥയാണ് പ്രേമം. നിർഭാഗ്യവശാൽ ആ വാക്ക് ഈ കാലഘട്ടത്തിൽ വളരെയധികം വികലമാക്കപ്പെട്ട ഒന്നാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു സകല പരിശുദ്ധന്മാരും പരിശുദ്ധനായ ഗീവർഗീസ് കഥയും ദൈവത്തെ പ്രേമിച്ചിരുന്നവരാണ്. ദൈവത്തോടുള്ള പ്രേമത്തിലായിരുന്നു അവർ, പ്രണയത്തിലായിരുന്നു അവർ. നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രിയമുള്ളവരെ ചെയ്യുന്നത്? ഈ കാലഘട്ടത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന പ്രേമത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആരെങ്കിലും ഒരാളോട് പ്രേമത്തിലാണെങ്കിൽ മിക്കവാറും എല്ലാ സമയത്തും നമ്മുടെ ചിന്തകളിൽ നാം പ്രേമിക്കുന്ന ആൾ തന്നെയല്ലേ, നാം സ്നേഹിക്കുന്ന ആൾ തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ചിന്തകളിൽ, ധ്യാനങ്ങളിൽ ദൈവം തന്നെയല്ലേ ഉണ്ടാകേണ്ടത്? ദൈവമുഖമല്ലേ ഉണ്ടാകേണ്ടത്? എനിക്ക് തോന്നുന്നു 23 വയസ്സ് മാത്രം ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ
അത് തന്നെ വലിയൊരു അത്ഭുതമല്ലേ? 23-ാമത്തെ വയസ്സിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് വിശുദ്ധനാകാൻ കഴിയുക? അവൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിച്ചു നിർത്തി ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായി മാറുവാൻ എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരന് കഴിഞ്ഞത്? കാരണം അവൻ ദൈവത്തോടുള്ള പ്രണയത്തിലായിരുന്നു. അവൻ്റെ ചിന്തകളിൽ മുഴുവൻ ദൈവം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവൻ്റെ ധ്യാനത്തിൽ എപ്പോഴും ദൈവമായിരുന്നു. നമുക്കറിയാം, നാം ഒന്ന് കണ്ണടച്ചാൽ, നാം സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ കണ്ണടച്ചാലും ആ രൂപം നമ്മുടെ മനസ്സിലോടിയെത്തും. ഞാൻ വിശ്വസിക്കുന്നു, ഗീവർഗീസകത അങ്ങനെ കണ്ണടച്ചൊക്കെ പിടിച്ച് നിന്നാലും അവൻ്റെ മനോമുഖരത്തിൽ തെളിയുന്ന ചിത്രം അവൻ്റെ കർത്താവിൻ്റേതാകുന്നു. ഞാനതിനെ പറയും ധ്യാനം എന്ന്. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ ചിന്തകളിലും നമ്മുടെ മനോമുഖരത്തിലുമൊക്കെ ഉണ്ടാകേണ്ട നിരന്തരമായ ഒരു ധ്യാനമാണ് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. എന്ന് നമ്മുടെ ചിന്തകളിൽ നിന്ന്, നമ്മുടെ മനോമുഖരത്തിൽ നിന്ന് ആ മുഖം മാറുന്നുവോ, അപ്രത്യക്ഷമാകുന്നുവോ, അന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ യാത്രയിൽ, സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ, നിത്യജീവനേക്കുള്ള യാത്രയിൽ നമുക്ക് വഴിമാറ്റവും വഴിപിഴച്ചിലും ഉണ്ടാകും. എന്ന് നമ്മുടെ ചിന്തകളിൽ നിന്ന് ദൈവം മാറി നിൽക്കുന്നുവോ, എപ്പോൾ നമ്മുടെ മനോമുഖരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ രൂപം മാറി നിൽക്കുന്നുവോ, അപ്പോൾ നമ്മൾ വഴിമാറി സഞ്ചരിക്കുവാൻ തുടങ്ങും, വഴി പിഴയ്ക്കുവാനായിട്ട് തുടങ്ങും. കാരണം വളരെയധികം ആകർഷണീയമായ മറ്റ് പലതും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വിധത്തിലുള്ള സകല സുഖഭോഗങ്ങളും ഈ വഴിയുടെ അരികിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിരന്തരമായി ഈ ധ്യാനത്തിലിരിക്കുന്നവർക്ക് മാത്രമേ ഈ വിശുദ്ധിയിലേക്ക് കടക്കുവാൻ കഴിയുള്ളൂ. സ്നേഹത്തിലും പ്രേമത്തിലുമൊക്കെ ആകുന്ന ആളുകൾ രണ്ടാമതെന്താ ചെയ്യുന്നത്? പ്രത്യേകിച്ചും നമ്മുടെ കയ്യിൽ ഈ സ്മാർട്ട് ഫോണൊക്കെ വന്നതോടുകൂടി നാം എന്ത് ചെയ്യും? എത്രമാത്രം ആ ആളുമായിട്ട് സംസാരിക്കാമോ അത്രമാത്രം നാം സംസാരിക്കും. ശരിയല്ലേ? സ്നേഹിക്കുന്നവരോട് എത്ര സംസാരിച്ചാലും മതിയാവുകയില്ല. ദൈവത്തെ പ്രണയിച്ച ഗീവർഗീസകതയൊക്കെ ഇങ്ങനെ ദൈവത്തോട് നിരന്തരം സംസാരിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനതിനെ പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും സംസാരിച്ചാലും തികയുന്നില്ല സമയം അവർക്ക്. അവരുടെ ജീവിതത്തിലൊക്കെ വളരെയധികം സമയം ദൈവത്തോട് ഇങ്ങനെ സംഭാഷണം നടത്തുന്ന, ദൈവത്തോട് മധുര സംഭാഷണം നടത്തുന്ന വ്യക്തിത്വങ്ങളായിരുന്നു ഇവരൊക്കെ. നമ്മുടെ പ്രാർത്ഥനയുടെ സമയം ഇന്ന് എത്രയുണ്ട് പ്രിയമുള്ളവരെ? എല്ലാം വളരെ പെട്ടെന്ന് തീർത്തിട്ട് പോകണമെന്നാണ് പറയുന്നത്. വളരെ തിരക്ക് പിടിച്ചാണ് നാം ജീവിക്കുന്നത്. ഇന്നും ഒരുപക്ഷെ ഈ ആരാധനയ്ക്ക് നമ്മുടെ മനസ്സിൽ നമ്മളൊരു സമയം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തുടങ്ങേണ്ടതും തീരേണ്ടതും. അത് വലിച്ചു നീട്ടണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഈ ധൃതി വെച്ച് ഇത് തീർത്തിട്ട് എങ്ങോട്ട് പോകാനാണ് എന്നുള്ളതാണ് ചോദ്യം. എവിടേക്കാണ് ഓട്ടം? പരിശുദ്ധന്മാർ, അവർക്ക് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അവർ നിരന്തരം ദൈവത്തോടുള്ള സംസർഗത്തിലായിരുന്നു. അവർ നിരന്തരം ദൈവത്തോട് സംസാരിക്കുമായിരുന്നു. ആ സംസാരത്തിനൊക്കെ ഒരു വൺ വേ ഒന്നുമല്ല. ഒരാൾ പറയുന്ന ഒരാൾ കേൾക്കുക. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഇപ്പം അങ്ങനെയാണല്ലോ. ഒത്തിരി കാര്യങ്ങൾ പറയും, ഞങ്ങൾക്ക് അത് വേണം, ഇത് വേണം, ഒത്തിരി ഒരു ലിസ്റ്റ് അങ്ങോട്ട് പറയും. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്. പക്ഷേ ആരാധനാക്രമത്തിൽ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ നിരന്തരം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്പസമയം അവൻ പറയുന്നതൊന്ന് കേൾക്കാനായിട്ട് മിണ്ടാതിരുന്നാൽ മതി. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, കേൾക്കാൻ സമയമില്ല. ദൈവത്തിന് എന്തൊക്കെയോ നമ്മോട് സംസാരിക്കാനുണ്ട് പ്രിയമുള്ളവരെ. പക്ഷെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ, ഒരു ഫാസ്റ്റ് മൂവിങ് കൾച്ചറിൽ നമുക്ക് അങ്ങനെ കേൾക്കാനൊന്നും സമയമില്ല. നമുക്ക് ധൃതി വെച്ച് എവിടെയൊക്കെയോ പോകണം, ആരെയൊക്കെയോ കാണണം, എന്തൊക്കെയോ നമുക്ക് ചെയ്യണം. ഗീവർഗീസകതയെപ്പോലുള്ള പരിശുദ്ധന്മാരൊക്കെ ഇങ്ങനെ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ പ്രാർത്ഥനാ ജീവിതം ആയിരുന്നു അവരുടെ സംഭാഷണം.
ഒരാളോട് സ്നേഹത്തിലാണെങ്കിൽ തീർച്ചയായും സംഭാഷണത്തിൻ്റെ ദൈർഘ്യം കൂടിക്കൊണ്ടേയിരിക്കും. എന്ന് നമ്മുടെ സ്നേഹം കുറയുന്നുവോ അന്ന് സംഭാഷണത്തിൻ്റെ ദൈർഘ്യം വല്ലാതെ കുറയും. നമ്മൾ യെസ്, നോ, ശരി, ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞ കൊച്ചു കൊച്ചു വാക്കുകളിൽ നമ്മുടെ സംഭാഷണങ്ങൾ അവസാനിപ്പിക്കും. പക്ഷേ ഒരു യഥാർത്ഥ സ്നേഹത്തിൻ്റെ തലത്തിൽ എത്ര സംസാരിച്ചാലും മതിയാകാത്ത ഒരു അനുഭവമുണ്ട്. അങ്ങനെ നിരന്തരമായി ദൈവത്തോട് സംസാരിച്ചിരുന്നു വിശുദ്ധർ. ഈ പെരുന്നാൾ കുറെ കൂടെ പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഇന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ സമയം വേദപുസ്തകം ഒന്ന് വായിക്കുവാൻ, കുറച്ചുകൂടെ പ്രാർത്ഥിക്കുവാൻ ഒക്കെ നമുക്ക് ഒരു താല്പര്യമുണ്ടാകേണ്ട ദിവസമല്ലേ? മൂന്നാമതാണ്, സ്നേഹിക്കുന്ന ആൾ അതിൻ്റെ പാരമ്യത്തിൽ ചെയ്യുന്നതാണ് ജീവൻ കൊടുത്ത് സ്നേഹിക്കുക എന്ന് പറയുന്നത്. ക്രൂശിലാണ് നാം ആ സ്നേഹത്തിൻ്റെ പാരമ്യം കണ്ടത്. അവൻ നമ്മെ സ്നേഹിച്ചപ്പോൾ അവൻ സ്നേഹിച്ചത് അവൻ്റെ ജീവൻ നൽകിയാണ്. ക്രിസ്തുവിനെ സ്നേഹിച്ചവർ, ക്രിസ്തുവിൻ്റെ സ്നേഹിതരൊക്കെ, ഗീവറിയസകത ഉൾപ്പെടെയുള്ളവർ ജീവൻ നൽകി സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, എന്താണ് ഞാൻ പറയും, ഒരു നാട്ടുഭാഷയിൽ പറഞ്ഞാൽ സ്നേഹം അങ്ങനെ ചങ്കിനും എല്ലിനുമൊക്കെ പിടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ആളിനു വേണ്ടി നമ്മൾ ജീവൻ വെക്കും, ജീവൻ കൊടുക്കും. യേശു ദൈവം നമ്മെയൊക്കെ തൻ്റെ ഹൃദയത്തിൽ ഏറ്റിയത് കൊണ്ടാണ് അവൻ നമുക്ക് വേണ്ടി ജീവൻ നൽകിയത്. ഗീവറീസകത യേശുക്രിസ്തുവിനെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ് ജീവൻ നൽകിയത്. ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് ലഭിക്കാമായിരുന്ന പദവിയും ശമ്പളവും ഒക്കെ ഉപേക്ഷിക്കുമോ യേശുക്രിസ്തുവിന് വേണ്ടി? ഇല്ലെന്നാണ് പൊതുവായി നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ അതൊക്കെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ വെച്ചതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം പല സ്ഥലങ്ങളിലും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അഭിയുന്നനായ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി, ഷാജനച്ചൻ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി ഞങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് സെമിനാരിയിൽ ഒരു ദിവസം വരാറുണ്ട്. വല്ലപ്പോഴുമൊക്കെ ആ മുറിയിൽ പോകും. എൻ്റെയൊക്കെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിയ ഒരാളാണ് അഭിയുന്ന ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി. ഒരു പ്രാവശ്യം ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നോടൊരു വല്ലാത്ത ചോദ്യം ചോദിച്ചു. നിനക്ക് യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കാമോ എന്നാണ് ചോദ്യം. ഒന്നും മിണ്ടിയില്ല ഞാൻ. തിരുമേനി എൻ്റെ കയ്യിലെ പിടിവിട്ടില്ല. രണ്ടാമതൊരു ചോദ്യം കൂടെ ചോദിച്ചു. നീ മരിക്കണ്ട, നിനക്ക് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാമോ എന്ന് ചോദിച്ചു. ആ ചോദ്യമൊക്കെ എന്നെ ഈ ജീവിതത്തിലേക്ക് വഴിതിരിച്ചു വിട്ട ചോദ്യങ്ങളാണ്. നമ്മുടെ ചില ചോദ്യങ്ങളും ചില സംഭാഷണങ്ങളുമൊക്കെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ദർശനങ്ങളെയൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഒസ്താത്യോസ് തിരുമേനിയുടെ ആ ചോദ്യമൊക്കെ എൻ്റെ ഹൃദയത്തെ വല്ലാതെ മതിച്ച ചോദ്യങ്ങളാണ്. എന്നോട് ചോദിച്ചു, നിനക്ക് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയെങ്കിലും ചെയ്യാമോ എന്നാണ് ചോദിച്ചേ. ഗീവർഗീസയുടെ പെരുന്നാൾ നമ്മളിങ്ങനെ കൊട്ടിഘോഷിച്ച് കണ്ടില്ലേ? ഈ കാലഘട്ടത്തിൽ മിക്കവാറും എല്ലാ പള്ളികളിലും വലിയ ആഘോഷമാണ്. കാരണം സഹത, നല്ല ഭക്ഷണമാണ്, നല്ല പരിപാടികളാണ്. പക്ഷെ ഒരു ചോദ്യം മാത്രം ആരും ചോദിക്കുന്നില്ല. കുറച്ചെങ്കിലും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസവും പല പള്ളികളിലും ഞാൻ കണ്ടു. പെരുന്നാളിനോടനുബന്ധിച്ച് വലിയ, നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പറയുന്നത്, വലിയ ഗാനമേളകളും വലിയ തുള്ളലുകളും ബഹളങ്ങളും ഒക്കെയാണ്. കാരണം എന്താണ്? നമ്മൾ മറന്നുപോയി ജീവൻ വെച്ചവരെയൊക്കെ, ജീവൻ കൊടുത്തവരെയൊക്കെ നമ്മൾ വിസ്മരിക്കും. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഒരാഹ്വാനം ചെയ്തപ്പോൾ കുറച്ചെങ്കിലും ഇങ്ങനെ ഈ കാഴ്ചകളുടെ, ആകാശദീപ കാഴ്ചകളിൽ നിന്ന് കുറച്ച് പേരൊക്കെ പിന്മാറി. പക്ഷെ ആരും മറ്റ് തുള്ളലുകളിൽ നിന്നും ഗാനമേളകളിൽ നിന്നും പിന്മാറിയില്ല. കാരണം
നമ്മളുടെ ശരീരത്തെ ഇങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ശബ്ദങ്ങളും ഘോഷങ്ങളും കാഴ്ചകളും ഭക്ഷണവും രുചിയും ഒക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ തയ്യാറല്ല നമ്മൾ. അതാണ് പെരുന്നാളെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൻ്റെ ആഘോഷം ഉണ്ടാകുന്നത് നമ്മൾ വിശുദ്ധരായി മാറുമ്പോഴാണ്. വി സെലിബ്രേറ്റ് അവർ ലൈഫ് വെൻ വി ബിക്കം സെയിൻസ്. ഒരാൾ വിശുദ്ധരാകുമ്പോഴാണ് ജീവിതത്തിന് ആനന്ദവും സന്തോഷവും ഒക്കെ ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, പഞ്ചേന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ എപ്പോഴൊക്കെ നമ്മൾ ശ്രമിച്ചാലും ഒരല്പസമയത്തേക്ക് തൃപ്തി നൽകും. ആ കാര്യം റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതൃപ്തി തോന്നും. അതിന് ഹയർ സ്റ്റേജ് പിന്നെ ആവശ്യപ്പെടും. ഇങ്ങനെ പോകും പഞ്ചേന്ദ്രിയങ്ങളുടെ കാര്യത്തിൽ. ആനന്ദം അങ്ങനെയല്ല, ഉള്ളിൽ നിന്നാണ് അത് വരുന്നത്. അതിങ്ങനെ തിളച്ച് പൊങ്ങി ഇങ്ങനെ വരും. അതാർക്കും വേണ്ട. ബാഹ്യമായി ലഭിക്കുന്ന ചില തൃപ്തികൾ മാത്രം മതി എന്ന് മനുഷ്യന്. അങ്ങനെ ഈ ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ബോധ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കൺവിക്ഷനൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് മരിക്കാൻ തയ്യാറാകുന്നത്. നമ്മൾക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ജീവിക്കുന്നത്. യേശുക്രിസ്തു ആരാണെന്നോ അവൻ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നോ എന്നുള്ള ബോധ്യങ്ങളൊന്നുമില്ല. ആ ബോധ്യങ്ങളില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചുറ്റുവട്ടങ്ങളിലൊക്കെ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു ആരാണെന്നും അവൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും ഒക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നാം ഒന്നും ഇങ്ങനെയല്ല പ്രിയമുള്ളവരെ. എൻ്റെ പ്രാർത്ഥന അതാണ്. ഉള്ളിലെ ആനന്ദത്തിൽ നിന്നൊക്കെ ഈ ബോധ്യത്തിലേക്കൊക്കെ വന്ന് യേശുക്രിസ്തുവിന് വേണ്ടിയൊക്കെ കുറച്ച് സമയം ജീവിക്കുവാനും കഴിയുമെങ്കിൽ അവന് വേണ്ടി മരിക്കുവാനും ഒക്കെ തയ്യാറാകുന്ന ഒരു സഭയും സഭാമക്കളും ഉണ്ടാകണം. ഈ പെരുന്നാൾ നമുക്കതിനിടയാകട്ടെ. മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ആരാധനയും ഒക്കെ കഴിഞ്ഞ് ആണല്ലോ നേർച്ച വിളമ്പ്. ആ നേർച്ച വിളമ്പിൽ തന്നെ നമ്മുടെ എല്ലാ ധ്യാനങ്ങളും നഷ്ടപ്പെട്ടു പോകും. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിലൊക്കെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുവാനായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ പള്ളിയിലെ ഭക്ഷണം കഴിക്കൊക്കെ ഇതുവരെയും ഒന്ന് ശാന്തമായി ലൈനായിട്ട് നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇപ്പോഴും നമ്മൾ തയ്യാറായിട്ടില്ല. പെരുന്നാൾ അതൊക്കെയാണെന്നാണ് നമ്മുടെ വിചാരം. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ദൈവസ്നേഹത്തിലേക്ക് നാം പ്രവേശിച്ചാൽ നമ്മുടെ ചിന്തകളിലും ധ്യാനങ്ങളിലും മനോമുകുരത്തിലും ഇങ്ങനെ ആ രൂപം തെളിഞ്ഞു നിൽക്കും. ദൈവസ്നേഹത്തിലേക്ക് നാം പ്രവേശിച്ചാൽ നമ്മുടെ സംഭാഷണങ്ങൾ, ദൈവത്തോടുള്ള സംഭാഷണങ്ങളും പ്രാർത്ഥനകളുടെയും ഒക്കെ ദൈർഘ്യം താനെ വർദ്ധിക്കും. ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ നാം എത്തിച്ചേരുമ്പോൾ നാം അവന് വേണ്ടി മരിക്കും. ഈ പെരുന്നാൾ, ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്ക് അതിന് പ്രേരണ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.